ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റുള്ള ഒരു സലാഡ് തയ്യാറാക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സലാഡാണ് ഇത്. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ 3 ടൈപ്പ് ബീൻസാണ് എടുത്തിരിക്കുന്നത്. ഇത് കുക്ക് ചെയ്തതാണ്, ക്യാൻഡ് ബീൻസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ള ബീൻസ് തന്നെ എടുക്കാം. ഇത് ഞാൻ 3 ടൈപ്പ് ബീൻസാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു ചെറിയ സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവോള കൂടുതൽ വേണ്ട, ഇത്രയും സവോള മതി. എന്നാന്ന് ചോദിച്ചാൽ സലാഡ് ആകുമ്പോഴത്തേന് നമ്മുടെ ഈ സവോളയുടെ ഗ്യാസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇത്രയും സവോള മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരു 1/2 കപ്പ് പൈനാപ്പിൾ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു കുക്കുംബർ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് ലെറ്റൂസ് എടുത്തിട്ടുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇതിലേക്ക് എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്, 1/2 മുതൽ 1 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി, കുരുമുളക് ക്രഷ് ചെയ്തത് മതി, ആവശ്യത്തിന് ഉപ്പ്, ഒലിവ് ഓയിൽ. നമുക്ക് ഇതെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ബീൻസ് ഇതിലേക്ക് ആദ്യമേ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പൈനാപ്പിളും ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് ക്യാരറ്റും കുക്കുംബറും ലെറ്റൂസും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്നുകൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീൻസൊക്കെ നല്ലതായിട്ട് വെന്തതായതുകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വേണം അത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തതിന് ശേഷം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. ഒരുപാട് നാരങ്ങാനീര് ചേർക്കണ്ട, ഒരു 2 ടേബിൾ സ്പൂണോളം നാരങ്ങാനീര് മതി. അതിലേക്ക് ഒരു 2-2.5 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. സലാഡിൽ എപ്പോഴും നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് ഒലിവ് ഓയിൽ ഒഴിക്കുമ്പോഴാണ്. അതും ചേർത്ത് വീണ്ടും ഒന്നുകൂടെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് സെർവിങ് പ്ലേറ്റിലെടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സലാഡാണിത്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.